കാര്യം ചോദിക്കട്ടെ, അതായത് മറ്റുള്ളവരുടെ പൈസ വാങ്ങിച്ച് കൊള്ളാത്ത സിനിമ കൊള്ളാവുന്ന സിനിമ കൊള്ളത്തില്ലെന്നും അങ്ങനെ പറയുന്ന ആരാ ഇവിടെ ഉള്ളത്? അങ്ങനെയുള്ളവരുടെ പേരെടുത്ത് പറ. അതിനകത്തൊരു തിരുത്ത് വേണം, അതിനകത്തൊരു തിരുത്ത് വേണം എന്നാണ് അറിയോ? അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി 2 വോയിസിനുണ്ടാവും, 2 പ്രാവശ്യം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ ഇയാളെ അങ്ങനെ തമാശയോ? ഇതേ രാവിലെ വന്നതല്ല മൊത്തം തിരുത്തണം. ഇപ്പൊ ഒരാളെ തിരുത്തപ്പെടണ്ടേ? ചേട്ടൻ പറഞ്ഞത് നേരത്തെ, അതായത് ഏതെങ്കിലും ഒരു ആളോട് വ്യക്തി വൈരാഗ്യം ഉണ്ടെങ്കിൽ ആളുടെ പടം എല്ലാം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നു. ഞാൻ എന്റെ പേഴ്സണൽ അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു സിനിമ കാണാൻ പോയി, പേരെടുത്ത് ഞാൻ പറയാം, ജോ ആൻഡ് ജോ എന്നുള്ള സിനിമ. എനിക്കൊരു സിസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ പടം റിലേറ്റ് ആയില്ല. അതുകൊണ്ട് എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല. ശ്രദ്ധിക്കണം, എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എല്ലാവരും സിനിമ കണ്ടുപോകണം, കാരണം എനിക്ക് സിസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് അത് റിലേറ്റ് ആയില്ല. അതേ ഡയറക്ടറിന്റെ വേറൊരു സിനിമ വന്നു 18+ എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ നെസ്ലിനെ അഭിനയിച്ചത്. എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ ഡയറക്ടറിനോട് വ്യക്തിവിരോധം ഉണ്ടായിരുന്നു. ഞാൻ രണ്ടാമത് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയില്ലല്ലോ ഒരിക്കലും. അങ്ങനെ തിരിച്ചും സംഭവിച്ചിട്ടുണ്ട്. ആദ്യം കണ്ട ഒരു സിനിമ ഇഷ്ടപ്പെട്ടു, പിന്നെ നമ്മുടെ ഇതിനകത്തൊരു ജനറൽ പോളിസി എങ്ങനെയാ? മെറിറ്റ് നോക്കി നല്ലത് പറയാ, അതോ ആർക്കെങ്കിലും പണി കൊടുക്കാൻ വേണ്ടി നന്ദിയായിട്ട് പറഞ്ഞത്? അത് വെറും തെറ്റിദ്ധാരണ. ഈ പറഞ്ഞ കാര്യങ്ങൾ സജി ചേട്ടന് എന്താണ് പരിചയമുള്ള ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ ചെയ്തെന്ന് വരും. പറഞ്ഞ എല്ലാരും അങ്ങനെയാണെന്നല്ല, പരിചയമുള്ള പേരങ്ങൾ പറയാം, ആരാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ഞാനിപ്പോ മാർച്ച് 19-ാം തീയതി അല്ല ബ്ലോഗ്സ് ഞാനല്ല, വന്ന ഒരു കാര്യം പറയാം. എന്റെ ഒരു പടം ഇറങ്ങി ചെറുക്കൻ മണ്ണ് കഴിഞ്ഞ ഒക്ടോബർ 31 പടം അവര് തകർത്തു. ഉണ്ണി വ്ളോഗ്സ് എല്ലാം പൂരത്തെറി എന്ന് പറഞ്ഞ നിർമ്മലാവാണ് അത് ക്രിയേറ്റ് ചെയ്തത്. എന്ന് പറഞ്ഞ ആരാ? ഉണ്ണി വ്ളോഗ്സ്. അതായത് സജിയന്തിയാണ് ഇതിനെല്ലാം കുഴപ്പക്കാര്. പടം നിർമ്മിക്കുന്ന ആരാണ്? പടം മുടക്കുന്നവരാ. ഒരു നിർമ്മലാവിന് ചെയ്യാവുന്ന എന്താണെന്നറിയോ? എന്താ? പടം മുടക്കുക, കഥ എഴുതുന്നയാളുടെ ഉത്തരവാദിത്തമുണ്ട്, ഡയറക്ടർ ഉത്തരവാദിത്തം, ക്യാമറമാന്റെ ഉത്തരവാദിത്തം. നിർമ്മല ഉള്ളി കാഷ്യർ. സജി നന്ദിയേട്ടന് എവിടെ നിൽക്കണമെന്ന് പോലും ഒരു ബോധമില്ല. നിർമ്മാതാവാണ്, പക്ഷെ ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. ഫാൻസ് ഇല്ലെങ്കിൽ സിനിമ ഇല്ല. എന്തൊരു മണ്ടത്തരം ഇതാക്കോ എഴുതാനല്ലോ. ശാന്തിവിള ഞാൻ പറഞ്ഞു ഫാൻസ് എന്ന് പറഞ്ഞു. സബ്ജക്റ്റ് ആണ് നായകൻ. ഞാൻ പറയട്ടെ, തുടരും എന്ന് പറഞ്ഞ പടം മോഹൻലാലിനെ മാറ്റി നിർത്തിയിട്ട് ഇവിടെ 1 ലക്ഷം രൂപ കിട്ടുന്ന ഒരു നടനെ വെച്ച് ആ പടം ചെയ്താൽ മൈദാമാവ് വാങ്ങിച്ച പൈസ കിട്ടില്ല. അത് മോഹൻലാൽ അഭിനയിച്ചോണ്ടാണ്. ആ സബ്ജക്റ്റിന് മോഹൻലാൽ വേണം, എങ്കിലേ നടക്കൂ. പിന്നെ ഇവിടെ പറഞ്ഞു ഇപ്പൊ ഫാൻസുകാരെല്ലാം മര്യാദ രാമന്മാരാണ്. തിയേറ്ററിൽ മര്യാദ രാമന്മാരാ. നിങ്ങൾ ഓൺലൈനിൽ മലയാള സിനിമയ്ക്ക് ഫാൻസ് അനിവാര്യമാണ്. ഫാൻസിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഫാൻസ് ഇല്ലെങ്കിൽ മലയാള സിനിമ ഇല്ല. ഫാൻസ് ഉത്സാഹത്തെ പറ്റിയാണ്. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? മലയാള സിനിമ അല്ല സാർ, എന്റെ ഒരു അഭിപ്രായമാണ് ഇങ്ങനത്തെ ഫാൻസ് വേണം. ഞാൻ റീസെന്റ് കണ്ട ഒരു കാര്യം, പൃഥ്വിരാജ് ഫാൻസ് കാല് വയ്യാത്ത ആൾക്കാർക്ക് വീൽ ചെയർ വിതരണം വളരെ നല്ല കാര്യം. അങ്ങനത്തെ ഫാൻസ് ഒരു മിനിറ്റ് അൺഇൻറപ്റ്റഡ് ആയിട്ടുള്ള ടൈം തരണം. പറഞ്ഞ പോലെ സജി പറയുന്നതിനോട് വിയോജിപ്പുണ്ട്. കാരണം ഒരു സെക്കൻഡ് വെച്ചാൽ ഫാൻസ് അസോസിയേഷൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളോ അല്ല ഫാൻസ് അസോസിയേഷൻ ഇവിടെ ടോട്ടലി ബാൻഡ് ആകണമെന്നല്ല പറഞ്ഞത്. ഈ ഇത്രയും ആർട്ടിസ്റ്റിന്റെ റെപ്രസെന്റേറ്റീവ്സേ ഉള്ളൂ. അതായത് ഫാൻസ് അനിവാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, വെള്ളി ശനി ഞായർ സജി നിർമ്മാതാവാണ്, ഞാനും അതെ, ഇദ്ദേഹം തിയേറ്റർ ഓണറാണ്. ഇതിന്റെ കമേഴ്ഷ്യൽസ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും ഒരു നടൻ, അതായത് ഈ വെള്ളി ശനി ഞായർ ഈ ഫാൻസിന്റെ സഹായത്തോടുകൂടി ഇപ്പൊ 1 രൂപ മുടക്കുന്ന നിർമ്മാതാവിന് 10 രൂപ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ഫാൻസ് അനിവാര്യമാണെന്ന് പറയാം. പക്ഷെ ഇവിടെ അത് സംഭവിക്കുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.